The smoke is getting even bigger. ഇത് കണ്ടിട്ട് പേടിയാവുന്നു. ഇത് ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ കണ്ട ഒരു സംഭവമാണ്. സമ്മർ ടൈമിൽ സാധാരണ ഇവിടെ തീപിടുത്തം ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ വല്ല മൊട്ടക്കുന്നുകളുമായിരിക്കും. അത് പെട്ടെന്ന് തന്നെ ഫയർ ഫൈറ്റേഴ്സ് വന്ന് അണയ്ക്കാറുമുണ്ട്. കഴിഞ്ഞ ആഴ്ചയും ഇതുപോലൊരു സംഭവം കണ്ടു. അത് പെട്ടെന്ന് തന്നെ അണയുന്നതായിട്ട് തോന്നി. പക്ഷേ ഇത് കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നതായിട്ട് കണ്ടതേയില്ല. അപ്പോൾ തന്നെ മനസ്സിലായി എവിടെയോ വലിയ തീപിടുത്തം ഉണ്ടായതാണെന്ന് മനസ്സിലായി. അടുത്തുള്ള വീടുകളാണോ കത്തുന്നത്, അതിങ്ങോട്ട് പടരുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നീട് ഇത് ഗ്രൂപ്പുകളിലൊക്കെ വന്നു തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത് മെഡ്ലൈൻ എന്ന് പറയുന്ന മെഡിക്കൽ സപ്ലൈസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലുണ്ടായ തീപിടുത്തമാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 1 മില്യൺ സ്ക്വയർ ഫുട്ടാണ് കത്തിപ്പോയിരിക്കുന്നത്. അതായത് 23 ഏക്കറോളം വരും അത്. തീപിടുത്തം ഉണ്ടായപ്പോൾ സ്പ്രിംഗ്ലർ വർക്കായില്ലെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു നാശനഷ്ടം ഉണ്ടായത്. സാനോക്കിൻ കൗണ്ടിയുടെ പ്രസ് റിലീസ് അനുസരിച്ച് ടോക്സിക് ഗ്യാസസ്, കാർസിനജൻ, അറ്റ്ലീസ്റ്റ് 1 ന്യൂറോ ടോക്സിൻ ഇതൊക്കെ അറ്റ്മോസ്ഫിയറിൽ സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ കുറച്ച് ഇൻഡോറിൽ തന്നെ ഇരിക്കാനാണ് പറയുന്നത്. പതിവില്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ, തലവേദനയോ റെസ്പിറേറ്ററി ഇഷ്യൂസോ ത്രോട്ട് പെയിനോ ഒക്കെ തോന്നുകയാണെങ്കിൽ എമർജൻസിയിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ടും ഒരു ഇഞ്ചുറി പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ആ എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത ഓരോരുത്തരുടെയും എഫേർട്ടാണ്. ഹാറ്റ്സ് ഓഫ്.